ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇത് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുൻപാകെ ദൈവവചനമായി നിൽക്കുവാൻ, ഒരു ആരാധനയുടെ കൂടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല നിമിഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ കുടുംബം, കടന്നു പ്രിയ സഹോദരന്മാർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയിൽ അതിശയമായി കർത്താവ് നമ്മെ പരിപാലിച്ചല്ലോ, നമ്മെ സഹായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകലിൽ കടന്നു വന്ന് ഒരുമിച്ച് സാക്ഷിപ്പാനൊക്കെ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കരുതലിനായിട്ട് ഇന്ന് പകലിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വന്ധ്യത, അതെന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വന്ധ്യത എന്ന് പറയുമ്പോൾ സംഗതി ഒരു യാഥാർത്ഥ്യമുണ്ട്, പക്ഷേ അതിനെ പ്രാബല്യത്തിലേക്ക് വരുവാനായിട്ട് കഴിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായൊരു കാര്യമാണ് വന്ധ്യത. അല്ലെങ്കിൽ നമ്മൾ ആത്മീയ വന്ധ്യതയുണ്ട്, ഭൗതിക വന്ധ്യതകളുണ്ട്, അല്ലേ? ആ ഭൗതിക വന്ധ്യത പറയുമ്പോൾ നമുക്കുള്ള അവകാശം നമുക്ക് അതിനെ നേടിയെടുക്കുവാൻ കഴിയാതെ, ഫലവത്താക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്, മറയപ്പെട്ട് എപ്പോഴും അത് നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ അടുത്തുണ്ട്, പക്ഷേ അത് നമുക്ക് കാണുവാനോ അത് പിടിച്ചെടുക്കുവാനോ കഴിയുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ വിഷയം അങ്ങനെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയം, നമ്മുടെ വ്യക്തിപരമായ വിഷയം നമുക്കറിയാം. നമുക്കത് നമ്മുടെ അടുത്തുണ്ട്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം മൊത്തമായിട്ട് ദിവസം കടന്നു വരണം, അത് ഒരു സന്തോഷകരമായ അവസ്ഥ. പക്ഷേ അത് കഴിയുന്നില്ല, പക്ഷെ അത് അടുത്തുണ്ട്. അത് ആത്മീയ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആത്മീയ വന്ധ്യത അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നത്. ഒന്ന്, ഇത് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തതും മറുപടി ലഭിക്കാത്തതും ഒരു ആത്മീയ വന്ധ്യതയുടെ ലക്ഷണമാണ്. അതാണ് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തതും പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതിരിക്കുന്നതും ആത്മീയ വന്ധ്യതയുടെ ഒരു ലക്ഷണമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വേണ്ട നിലയിൽ ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കഴിയാത്തതും അതിന് മറുപടി ലഭിക്കാതിരിക്കുന്നതിനും ആത്മീയ വന്ധ്യതയാണ്. സ്തോത്രം. ഇനി അടുത്ത വിഷയമാണ് എന്താണ്? കൃപാവരങ്ങൾ ജ്വലിക്കാതിരിക്കുന്നതും വിടുതലില്ലാതിരിക്കുന്നതും അതും ഒരു ആത്മീയ വന്ധ്യതയാണ്, അല്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി സഭ വളരാതിരിക്കുന്നത് എന്താണ്? ആത്മീയ വന്ധ്യതയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ സാക്ഷ്യം, സുവിശേഷണം നടത്താതിരിക്കുന്നത് ഒരു ആത്മീയ വന്ധ്യതയാണ്. സുവിശേഷണം നടത്താതിരിക്കുന്നത്. ഇനി ശിഷ്യന്മാരെ പരിശീലിപ്പിക്കാത്തത്, ഞാൻ ഓടിച്ച് പറയാം നമുക്ക്. സ്തോത്രം. കൂട്ടുപ്രവർത്തകർക്ക് പ്രോത്സാഹനവും സഹായവും നൽകാത്തത്, ആത്മാഭാരമില്ലാതിരിക്കുന്നത് ഒരു ആത്മീയ വന്ധ്യതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതല്ല, ആത്മഭാരത്തെക്കുറിച്ച് എരിവ് നമുക്കുണ്ടാകണം. പ്രബോധനം ഇഷ്ടപ്പെടാത്തത്, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാത്തത്, വീണ്ടെടുപ്പിന് സ്നേഹത്താൽ നിറയപ്പെടാത്തത്, പിശാചിന് മുൻപിൽ അടിയറ വയ്ക്കുന്നത്, ഇതൊക്കെ ആത്മീയ ധാരാളമുണ്ട്. സ്തോത്രം. ഞാനതൊക്കെ കടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാരണം ആത്മീയ വന്ധ്യതയുടെ കാരണമാണ്. കാരണം, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുൻപോട്ട് പോകേണ്ടത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവം ഇറക്കി തന്ന ആത്മീയ അനുഭവങ്ങൾ, അത് പൊതുവായി ഞാൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യകതയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് ഇത് പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഇനി വിശ്വാസികളെ സംബന്ധിച്ച്, നമുക്ക് ദൈവമക്കളെ സംബന്ധിച്ച് എന്താണ്? പ്രാർത്ഥിക്കാത്തവർ, സാക്ഷിക്കാത്തവർ, ആത്മനിറവില്ലാതിരിക്കുന്നവർ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്തതും, ശുശ്രൂഷകന്മാർക്ക് കീഴ്പ്പെടാത്തതും, കൂട്ടായ്മ യോഗങ്ങളിൽ സംബന്ധിക്കാത്തുള്ള വിരസതയും താല്പര്യക്കുറവും വിശുദ്ധ ജീവിതവും നഷ്ടപ്പെടുത്തി ലോകസ്നേഹികളാകുന്നത്, ഇതെല്ലാം ആത്മീയ വന്ധ്യതയുടെ കാരണങ്ങളാണ്. അതുകൊണ്ട് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാം ദൗത്യത്തിലേക്ക് നാം ഇറങ്ങിയാൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. സ്തോത്രം.